ഈ ലൈഗാഷർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തിരിച്ചു മറിച്ച് വെറുതെ ഒന്ന് നോക്കിയിട്ട് നോക്കാണ്ട് കണക്ട് ചെയ്യും. അപ്പം ഇതിൽ കൃത്യമായിട്ട് ഇതുണ്ടോ, ഇവിടെ ഒരു ബാർകോഡ് ഉണ്ട്. ഈ ബാർകോഡ് സ്കാൻ ചെയ്യാൻ വേണ്ട ഉപകരണങ്ങൾ, സെൻസേഴ്സ് ഇവിടെയുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റഡ് ആയി ഇവിടെ വന്നു. ഇതിപ്പോൾ യൂസേജ് ലിമിറ്റ് എന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ സാധനമൊക്കെ ആക്ച്വലി സിംഗിൾ യൂസ് ആണ്. അപ്പോൾ ഈ സിംഗിൾ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളെ മെഷീൻ കാണിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ വെച്ചാൽ ഇത് ക്ലിയർ അടിക്കാം. ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണുക. ഇങ്ങനെ കാണുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഹാൻഡ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് വിസൽ സീലിംഗ് ചെയ്യും. ഇനി നമ്മൾ ഫൂട്ട് ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ ഇതാ നമ്മൾ ഹാൻഡ് ഓഫ് ആക്കി ഇടുക. എന്നിട്ട് ഫൂട്ട് ആക്ടിവേഷൻ ചെയ്യാൻ പോവാണ്. ഉണ്ടോ, ഫൂട്ട് ആക്ടിവേറ്റ് ചെയ്തു. ഞാൻ ഇത് കട്ട് ചെയ്തു. ഇത് വെച്ചിട്ട് ഉണ്ടോ ഇവിടെ സീലായിട്ട് 2 കട്ടായി. ഇതേപോലെ നമുക്ക് എന്താവും ടിഷ്യൂസ് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് ഞാൻ പിടിച്ചു, ആക്ടിവേറ്റ് ചെയ്തു, ഇതാ സീലാവുന്നുണ്ട്. ഓക്കെ, സീലായി. ഇനി ഞാൻ എന്ത് ചെയ്യണം, കട്ട് ചെയ്യാൻ പോവാണ്. ഈ ബ്ലേഡ് ചെന്നിട്ട് ഇതിനെ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും രണ്ട് പാർട്ടായിട്ടുള്ളത്. പിന്നെ ഇതിൽ വരുന്ന എറേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം എന്ത് ചെയ്യുക, കുറേയൊക്കെ സൈഡെക്സിൽ ഇടുന്നതാണെങ്കിൽ ഈ സാധനം പെട്ടെന്ന് പോകും. പിന്നെ ഈ ഇവിടുത്തെ സെൻസേഴ്സാണ്, അതും ഇടയ്ക്കൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപകാരമായിട്ട് നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. വിത്തൗട്ട് ബ്ലീഡിങ് നമുക്ക് ഈസി ആയിട്ട് സർജറി ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ലൈഗാഷർ. ഓക്കെ.